ശ്രീമതി ആശാനാഥ്, നോക്കൂ, ഈ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കൽ എന്നൊരു വാക്ക് പല ഘട്ടങ്ങളിലായി രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതെങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻ വരുന്നത്? ഓരോ വാർഡുകളിൽ നിന്നും വികസന പദ്ധതി ആവിഷ്കരിച്ച് സമാഹരിച്ച് ഒരിടത്തേക്ക് എത്തിക്കുകയാണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ ഫസ്റ്റ് പറഞ്ഞത്, നമ്മുടെ വാർഡ് വൈസിൽ നിങ്ങളെല്ലാവരും ഒരു ബ്ലൂ പ്രിൻറ്റ് അടിയന്തരമായിട്ട് തന്നെ തയ്യാറാക്കണമെന്നുള്ളതാണ്. അപ്പോൾ കാരണം നമ്മുടെ തിരുവനന്തപുരത്തെ വികസന അനന്തപുരി എന്ന അർത്ഥവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് വികസന അനന്തപുരിക്കായി നമ്മുടെ ഓരോ വാർഡുകളിൽ നിന്നും എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് കൊടുക്കണമെന്നാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഓരോ വാർഡ്. ആശാനാഥിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം പുതുതായി ഉണ്ടാക്കിയെടുത്ത ഒരിടമാണ്. അവിടെ പുതിയ അന്വേഷണങ്ങൾ വേണ്ടിവരും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്ത് അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെങ്കിലും കൂടുതൽ പണിപ്പെട്ട് ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കേണ്ടത് ആശാനാഥായിരിക്കും. തീർച്ചയായിട്ടും, കാരണം പുതിയൊരു വാർഡാണ്. ഇപ്പോൾ നമ്മൾ വാർഡിലേക്ക് ഇറങ്ങി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വർക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞത്, കാരണം ഒരു പക്ഷേ ഞാൻ പ്രതിനിധീകരിക്കുന്ന ഈ വാർഡിൽ റോഡുകളില്ലാത്തൊരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭാഗം ഒരു റോഡും ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ ചെയ്തു തരണ്ട, ഞങ്ങൾക്ക് നടന്നു പോകാൻ നിങ്ങളൊരു റോഡെങ്കിലും ചെയ്തു തരണം. കാരണം നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം വേറെയാണ്, ഞങ്ങൾ വോട്ട് കൊടുക്കുന്നത് വേറെയാണ്. പക്ഷേ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി ആശാനാഥ് എന്ന വ്യക്തി വരുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം ഭാരതീയ ജനതാ പാർട്ടി വന്നാൽ തീർച്ചയായിട്ടും വികസനം ഇവിടെ ഉണ്ടാകും, ഞങ്ങൾക്ക് നടന്നു പോകാൻ ഒരു റോഡെങ്കിലും ഉണ്ടാകും. ഒരു വേറെ ഒന്നും ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല, ഞങ്ങൾക്ക് റോഡ് വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല കോർപ്പറേഷനിലെ വിഷയങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് മാലിന്യവും തെരുവു നായ്ക്കളുടെ വിഷയങ്ങളും തന്നെയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീടുകളിൽ ചെല്ലുമ്പോഴും അവർ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനോടൊപ്പം തന്നെ മാലിന്യ വിഷയത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. നിരവധിയായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ നമുക്കറിയാം. തിരുവനന്തപുരം നഗരസഭയിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര പദ്ധതികൾ കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ കേന്ദ്ര പദ്ധതിയിൽ കൊണ്ട് നടക്കുന്ന പദ്ധതി ആണെങ്കിൽ പോലും നമ്മളെ പ്രധാനമന്ത്രിയുടെ പേര് പറയുന്നതിനോ കേന്ദ്ര പദ്ധതിയാണെന്ന് പറയുന്നതിനും ഒരു നാണക്കേടുള്ള ഒരു നഗരസഭയായിരുന്നു തിരുവനന്തപുരം നഗരസഭ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നാൾ നമുക്കറിയാം, ഇവിടെ ജനപ്രതിയായിട്ടുള്ള ഓരോ വ്യക്തികൾക്ക് പറയാം, തിരുവനന്തപുരം നഗരസഭയിലെ ഓരോ പ്രോജക്റ്റുകൾ, നമ്മുടെ പ്ലാൻ ഫണ്ടുകൾ പോലും തിരുവനന്തപുരം നഗരസഭയുടെ BJPയുടെ വാർഡുകളിൽ പല ആവർത്തി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ 35 ലക്ഷത്തോളം രൂപ പ്ലാൻ ഫണ്ട് ആയിരുന്നിട്ട് പോലും കാരണം അവരുടേതായിട്ടുള്ള കോൺട്രാക്ടർമാരെ കൊണ്ട് വർക്ക് എടുപ്പിച്ച് ചെയ്യിക്കാതിരിക്കുക, എന്നിട്ട് ആ വർക്ക് ക്യാൻസൽ ചെയ്യിക്കുക, അങ്ങനെ അവരെ പുറകെ നടന്നാൽ പോലും നമുക്ക് നമ്മുടെ വാർഡിലെ നമുക്ക് അനുവദനീയമായ ഫണ്ടുകൾ പോലും നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം തിരുവനന്തപുരം നഗരസഭയിൽ ഇനി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കണം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം വികസന അനന്തപുരിക്കായിട്ട് ഓരോ വാർഡുകളും കേന്ദ്രീകരിച്ച് എന്തൊക്കെയാണോ വേണ്ടത് എന്ന് എത്രയും പെട്ടെന്ന് തന്നെ നൽകണമെന്ന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വാർഡുകളും എന്തൊക്കെയാണോ ആവശ്യങ്ങൾ, അത് കേന്ദ്ര പദ്ധതികളായിരിക്കാം, ചിലപ്പോൾ ഇറിഗേഷൻ പ്രോജക്റ്റുകളായിരിക്കാം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം, തെരുവ് നായ്ക്കളുടെ വിഷയമായിരിക്കും, എല്ലാം പരിഹരിച്ചു തരും എന്ന് തന്നെ വ്യക്തമായിട്ടുള്ള സൂചന നഗരസഭയുടെ ഭരണത്തിൽ വന്ന് 45 ദിവസത്തിനുള്ളിൽ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. കാരണം ഒരു വാർഡിനെയും അത് നമ്മുടെ തിരുവനന്തപുരത്തെ 50 വാർഡുകൾ എന്നല്ല പറഞ്ഞാൽ 100 വാർഡുകളും കേന്ദ്രീകരിച്ച് ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി വികസന അനന്തപുരിക്കായി നമ്മൾ സമർപ്പിക്കണമെന്നാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മളോട് പറഞ്ഞത്. അത് വളരെ വ്യക്തമാണ്. കാരണം ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ വാക്കുകൾക്ക് പിന്നാലെ പോകുന്നുണ്ട്. വെറുതെ പറഞ്ഞു പോവുകയല്ല, പറഞ്ഞ വാക്കുകൾക്ക് പിന്നാലെ പോകുന്നുണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ്. പല ഘട്ടങ്ങളിൽ അതങ്ങനെയാണ്. അത് ഒരുപക്ഷെ ഈ ബ്ലൂ പ്രിൻ്റിലൂടെ വ്യക്തമാകും എന്നുറപ്പുമാണ്. കൃത്യമായ പദ്ധതികൾ പലയിടങ്ങളിൽ നിന്ന് പല മെമ്പർമാർ വഴി, അത് ഇടതുപക്ഷത്തിൻ്റേതാകട്ടെ UDFൻ്റേതാകട്ടെ ആരുടേതായാലും നിങ്ങൾക്ക് സമർപ്പിക്കാം വേണ്ടത്. അതെല്ലാം സ്വരൂക്കൂട്ടി പ്രധാനമന്ത്രിയെ കൊണ്ട് അവതരിപ്പിക്കുക എന്നത് അത്ര ചെറിയ കാര്യമല്ല. മാത്രമല്ല തിരുവനന്തപുരം എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരിടമാണ്. അവിടെ കിട്ടിയത് കൈമോശം വരുത്താൻ ഒരിക്കലും BJP ശ്രമിക്കില്ല എന്നും അറിയാം. അതുകൊണ്ട് വികസനത്തിൻ്റെ പ്ലാറ്റ്ഫോം ആദ്യ ആണി അടിച്ചു തുടങ്ങുകയാണ്.